വെൽക്കം ബാക്ക് ടു കുക്കിംഗ് വിത്ത് മമ്മി. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന സൈസിലുള്ള ഒരു ഉള്ളിവടയാണ്. നല്ല നാടൻ കേരള സ്റ്റൈൽ ഉള്ളിവട. നമുക്കത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ, വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നീളത്തിൽ കനം കുറഞ്ഞ് ചെറുതായി അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ മാക്സിമം നീളത്തിൽ സ്ലൈസ് ആയിട്ട് തീരെ കനം കുറഞ്ഞ് തന്നെ അരിയാൻ ശ്രമിക്കണം. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു അര ടീസ്പൂൺ, ഇപ്പോൾ ഒരു കുറച്ച് ഉപ്പ്, ഒത്തിരി ഉപ്പ് അധികമാകാതെ നോക്കണം, ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. ഇതിട്ട് നന്നായി കൈ വെച്ച് തന്നെ ഞെരടി ഇങ്ങനെയൊന്ന് സോഫ്റ്റ് ആക്കണം. ഇത് കൈ വെച്ച് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമുക്കതൊന്ന് സോഫ്റ്റ് ആകാൻ കുറച്ച് പാടാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിതൊന്ന് കൈ വെച്ച് ഞെരടി സോഫ്റ്റ് ആക്കാം. അപ്പോൾ നമ്മൾ സബോള ഇതുപോലെ ഏകദേശം ഒരു പരുവത്തിൽ കണ്ടോ നല്ല സോഫ്റ്റായത്. ഇത് നമുക്കിനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഞാനിതൊന്ന് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യുന്നത് സബോള ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയാണ്. അപ്പം നമ്മുടെ സബോള ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അത് എരിവില്ലാത്തതാണേ, അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു ടീസ്പൂണോളം ഇഞ്ചി ഞാൻ അരിഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി ചെറിയതായിട്ട് അരിയാൻ ശ്രമിക്കണേ, തീരെ ചെറുതായിട്ട് പൊടിയായിട്ട്. ഒരു 2 തണ്ട് കറിവേപ്പില, അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞാണ്. പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതാണ്, അതും അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇത് ചെയ്യാനായിട്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂട്ടി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും കൈ വെച്ച് മിക്സ് ചെയ്യണം, അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മളുടെ സബോള എല്ലാ മിക്സും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഞാനിനി ആഡ് ചെയ്യാൻ പോകുന്നത് 1 കപ്പ് കടലമാവാണ്. ഇതൊരു 125 ml ഒരു കപ്പാണ്. അതിനൊരു കപ്പ്. പൊടി അധികമാകാൻ പാടില്ല, കാരണം സബോളയാണ് എപ്പോഴും കൂടുതലായിട്ട് നിൽക്കേണ്ടത്. പൊടി കൂടുതലായാൽ അതിന് ഒരു കറക്റ്റ് ചായക്കടയിൽ കിട്ടുന്ന അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത പൊടിയാണേ, അതും കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്കിതെല്ലാം കൂടെ കൂടി ഇതിനൊരു കറക്റ്റായിട്ടിപ്പോൾ ഒരു പൊടിയുടെ മെഷർമെൻറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഉള്ളിക്ക് ചേരുന്ന അനുസരിച്ച് അങ്ങോട്ട് ചേർക്കാമെന്നുള്ളതേ ഉള്ളൂ. കാരണം എപ്പോഴും സബോള കൂടി നിൽക്കണം, ഉള്ളി പൊടി കുറഞ്ഞ് നിൽക്കണം. ആ ഒരു സ്റ്റൈലിലായിരിക്കും എടുക്കേണ്ടത്. തന്നെ നമുക്കിത് കൈക്കകത്തോട്ട് ഏകദേശം ഉരുട്ടി എടുക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ നമുക്കിതിനെ നന്നായിട്ട്, അപ്പോൾ ഇത് ചെയ്യും ശകലം കുറവാണ്. അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ നമ്മൾ ഓൾറെഡി ഇട്ടായിരുന്നല്ലോ സബോളയുടെ കൂടെ, പിന്നെ ഒരു അര ടീസ്പൂണോളം കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ഒത്തിരി വെള്ളം അധികമായി പോകരുത്, ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ്. ഒന്നും കൂടെ ഒന്ന് നല്ല, അപ്പോൾ ഇതിനത് ഇപ്പോൾ ഈ ഒരു പൊടി ഇതിന് കറക്റ്റാണ്. ഈ ഒരു രീതി വേണം ഇത് നിൽക്കാനായിട്ട്. സബോള മുമ്പിൽ നിൽക്കണം. അപ്പം പൊടിക്ക് കുറച്ച് എണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് എണ്ണ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കും. ആ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് ഇതുപോലെ ഒരു ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കണേ. എന്നിട്ട് നമ്മുടെ കയ്യിലൊരു ശകലം വെള്ളം ഒന്ന് പുരട്ടി കൊടുക്കണം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ആ സബോളയൊക്കെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് ഒരു ഷേപ്പാക്കി, അല്ലെങ്കിൽ ചുമ്മാതെ ആണെങ്കിലും കിട്ടാം, അത് ഇങ്ങനെ ഒരു ഷേപ്പാക്കി ഇടുവാണെങ്കിൽ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടായിരിക്കും. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെ ഈ ഒനിയൻസ് മാവ് മൊത്തം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഒന്നും കൂടെ ഞാൻ കയ്യിലൊരു ശകലം വെള്ളം പുരട്ടണം എപ്പോഴും, അല്ലെങ്കിൽ അത് വിട്ടു പോവേ. അപ്പം നമ്മുടെ വലിപ്പത്തിന് നമുക്കിപ്പോൾ തീരെ ചെറുതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതായിട്ടുണ്ടാക്കണം, അങ്ങനെയും ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും മീഡിയം ഫ്ലെയിമിലിടണം, മീഡിയം ടു ലോ. അല്ലെങ്കിൽ ആ അകത്തുള്ളതങ്ങ് വേഗത്തുമില്ല, ഉള്ളി പെട്ടെന്ന് മേളിൽ നിന്ന് അങ്ങ് കരിഞ്ഞും പോവും. ഇപ്പം വെള്ളം ഒന്ന് കയ്യെ പറ്റിക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കത്തില്ല. ഇങ്ങനെ എനിക്ക് ചെറുതായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. നമുക്ക് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ എരിവും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഇപ്പോൾ ഓരോരുത്തർക്കും എരിവ് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുളക് പൊടിയും പച്ചമുളകും ഒക്കെ കൂടുതൽ ചേർത്താൽ മതി. ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ നമുക്കിതിനെ മൊത്തം ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കിതുപോലെ മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം കൂടെ തമ്മിൽ മുട്ടാതെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അതൊന്നും മുട്ടിപ്പോയി, പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒരു
ഗോൾഡൻ ബ്രൗൺ ആകുന്നോടം വരെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിവട ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വിധത്തിൽ ഗോൾഡൻ ബ്രൗൺ ആയി വരണം. നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം. ഇതിനെ ഞാനൊരു കിച്ചൺ ടവൽ ഇവിടെ റെഡിയാക്കി ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഞാൻ മുഴുവൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗണിൽ ഈ ഒരു കളറിലിരിക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കളർ എന്ന് പറയുന്നത്. അകം ഇച്ചിരി നല്ല സോഫ്റ്റായിട്ടും പുറം മുരിഞ്ഞും വരണം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.